ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് സെഡ്രോണക്സ് യൂട്യൂബർ ഇല്ലേ, ഇത് എൻ്റെ പ്രായമൊന്നുമില്ല, എൻ്റെ ഒരു വയസ്സിന് താഴെ ആണ്. പിന്നെ പ്രോ മാക്സ് എന്നുള്ള മെഡിറ്റ് പ്രോ ആണ്. അപ്പോൾ വീഡിയോ ഇതായിട്ട് കൊണ്ട് ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക, ശരി സബ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെയൊക്കെ സ്കില്ലൊക്കെ ഇട്ട് വരുമ്പോൾ ഒരു നമ്മൾ അടിക്കണമല്ലോ എന്ന് തോന്നി. അപ്പോൾ അവൻ്റെ തല അങ്ങോട്ട് അടിച്ചു പിടിച്ചിട്ടുണ്ട്. പിന്നെ ആ ടീമേറ്റിന് അടിക്കാൻ നോക്കിയപ്പോൾ ടീമേറ്റാണെങ്കിൽ എന്നെ കുത്തിപ്പിടിച്ചുകൊണ്ട് അടിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ കണ്ടെയ്നറിൻ്റെ കയറി അറിവ് റിവൈവ് നോക്കാൻ വേണ്ടിയിട്ടാണ്. മൈ മിസ്റ്റേക്ക്, ആരും റിവൈവ് ചെയ്യാനൊന്നും വന്നില്ല. ഇവിടെ കിടന്ന് മരിക്കണതാണ് എൻ്റെ വിധി. എൻ്റെ കില്ലൊക്കെ അവർ പൊക്കിയിട്ടുണ്ട്, കില്ലൊന്നും കിട്ടിയില്ല. മോശം. പിന്നെ സെഡ്രോണക്സിൻ്റെ ചാനൽ ചെക്കൗട്ട് ചെയ്യാത്തവരാണ് ചെക്കൗട്ട് ചെയ്യുക. മെഡിറ്റ് പ്രോയുടെ ചാനൽ ചെക്കൗട്ട് ചെയ്യാത്തവരാണ് ചെക്കൗട്ട് ചെയ്യുക. ഈ കൃഷ്ണാവൈനെ നമുക്കിന്ന് തീർക്കണം. ഓക്കെ, മൂക്കടപ്പായതുകൊണ്ടാണ് എനിക്ക് സംസാരിക്കുക ഇങ്ങനെ ഗൈസ്, അത് നിങ്ങൾ കാര്യമാക്കണ്ട. ഓക്കെ, ഇവിടെ വെച്ച് ഒരു കിണ്ണങ്ങാച്ചി ലാഗ് അടിക്കട്ടെ എനിക്ക്. അതൊക്കെയാണ് ലാഗ് ഗൈസ്. റെക്കോർഡ് ചെയ്തപ്പോൾ ആയതെന്ന് തോന്നണം. നല്ല ലാഗ് അടിച്ചില്ലേ ഗൈസ്. അപ്പോൾ നമുക്ക് മറ്റേ സൈഡിൽ കൂടെ പോവാം. എന്നിട്ട് അവരെല്ലാത്തിനെയും അടിച്ചിടാന്നാണ് പ്ലാന്. പിന്നെ പറയുന്നു, വീഡിയോ കണ്ടിട്ട് ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കാൻ ശരി സബ്ബേ ഗൈസ്. ഗൈസ് നല്ല ചാനൽ ഭയങ്കര ഡൗണാണ്. 19 സബ്സ്ക്രൈബേഴ്സായി ഗൈസ്. 20 കഴിഞ്ഞാൽ എൻ്റെ ചിലവൊക്കെ ഉണ്ടാവും. പിന്നെ അക്കൗണ്ട് ഗീവ് അവേ എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. നമ്മൾ അതിനെപ്പറ്റി നോക്കണുണ്ട്. ഒരു അക്കൗണ്ട് അതിൻ്റെ പാസ്വേഡ് ഒന്ന് മാറ്റിയിട്ട് ഗീവ് അവേക്ക് വരാം. 100 സബ്സ്ക്രൈബേഴ്സ് ആയാലും ആ അക്കൗണ്ട് ഗീവ് അവേ വരാൻ പോണേ. എൻ്റെ ഫസ്റ്റ് വീഡിയോ കൊണ്ട് എനിക്കറിയാം, ഒരു STK കക്കാശി എന്ന് പറഞ്ഞിട്ടുള്ള ഇത് മൂട്ടൊക്കെ ഉള്ള അക്കൗണ്ടാണ്. അപ്പോൾ ആ അക്കൗണ്ട് തരാമെന്നാണ് വിചാരം. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. 100 സബ്സ്ക്രൈബേഴ്സ് അയക്കാൻ ഇൻസ്റ്റയിൽ എന്നെ ഒന്ന് മെസ്സേജ് അയക്കുക. ഇൻസ്റ്റയെ പറ്റിയില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നല്ലൊരു കമൻറ്റ് ഇടുക. ഇപ്പോഴേക്ക് വെച്ചോ, ഞാൻ നോക്കിക്കോളൂ. നല്ലൊരു കമൻറ്റ് ഇടുക. അപ്പോൾ എനിക്ക് നല്ല കമൻറ്റ് ഇടുന്ന ഒരാളെ ഞാൻ സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇന്നലെ എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം. ഇവിടെ വെച്ച് ഞാൻ ഒരു 1 ടാപ്പ് അടിക്കുന്നുണ്ട്, അത് ഈ വീഡിയോത്തെയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ചെല്ലും പൊട്ടാസും വെച്ചിട്ട്, പൊട്ടാസ് എന്നാണ് ഇവിടെ പറയുക, അതും വെച്ചിട്ട് തന്നെ തല അടിച്ചു പൊട്ടിച്ച്. അപ്പോൾ തന്നെ ടീംമേറ്റിനെ കുത്തിപ്പിടിച്ചിടാന്ന് വിചാരിച്ചാണ് മേലോട്ടേ പോയി ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ പ്രോ മാക്സ് അവിടെ കുത്തിപ്പിടിച്ച് നോക്കൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ പറയണു എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ജയിച്ചു പോട്ടെ, പവറാക്കുക. നമ്മപ്പോൾ ഇവിടെ മെഡിക്കറ്റ് അടിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് കളി അവരെടുത്തിട്ടുണ്ട്. പ്രോ മാക്സിന് ബ്രോ ബിഗ് താങ്ക്സ്. അപ്പം കളി എടുത്തതിന് ബിഗ് താങ്ക്സ് ബ്രോ. മാഡി ഷാഡോ എന്ന് പറയണവൻ ഉണ്ട്, വന്നിട്ടില്ല. അത് അവൻ്റെ അക്കൗണ്ടാണ് പ്രോ മാക്സ്. മാഡുത്ത് പ്രോയുടെ അക്കൗണ്ട് മാഡുത്ത് പ്രോ തന്നെ. ഇന്നലെ അവൻ്റെ ചാനലിൽ ഒരു വീഡിയോ നടന്നായി 1 vs 3. അതായത് ഞാനൊറ്റ അവർ അപ്പുറത്ത് 3 പേര്. സത്യം പറയട്ടെ, ഞാൻ മിനിയാന്നെങ്ങാണ്ട് ഫ്രണ്ടായത് ഇവരൊപ്പം. ഫ്രണ്ടായപ്പോൾ ടീമിൽ കയറ്റി കളിച്ചോ, ഞങ്ങളുടെ ചാനൽ ഭയങ്കര ഡൗണാണ്, നീ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാനും ഉണ്ടാക്കിയൊരു ചാനലാണ് ഇത്, നൊബീറ്റ FF. നമ്മൾ ഇവിടെ അവൻ്റെ അടിക്കാൻ നിൽക്കുമ്പോഴാണ് ബാക്കിൽ നിന്ന് തന്നെ എന്തം വെച്ച് തലക്കടിച്ച് അവളെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കുത്തിപ്പിടിച്ചിട്ട്. സെഡ്രോണക്സ് ഇവിടെ പോവാണ് കുത്തിപ്പിടിച്ച് ഒരു 27 ആകുമ്പോഴത്തെ പോയിട്ട് നമ്മൾ പ്രോ മാക്സ് ആക്കില്ല അങ്ങോട്ട് കൊണ്ടിട്ടുണ്ട്. എടുത്തുമ്പോൾ അവർക്ക് മണ്ണത്തരം പറ്റി റിവൈവ് ചെയ്യാൻ നിന്നില്ലായിരുന്നെങ്കിൽ കളയെടുക്കാൻ പറ്റുമായിരുന്നു.
ഓക്കെ. അപ്പം നിരവ് എന്ന് പറയണ അത് ഞങ്ങളുടെ സ്ക്വാഡിലുള്ളതല്ല. ഏതോ ഏതൊരു ബംഗാളിയാണ്. ഇവിടെ ചെല്ലുമ്പോൾ ഇവൻ നല്ല ഡാമൊക്കെ കൊടുക്കുന്നുണ്ട്. നോക്ക് കൊടുത്ത് കില്ലാം കെട്ടെടുത്തോണ്ട് പോയിട്ടുണ്ട്. അപ്പുറത്തെ ക്യൂട്ട് ബോയ് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പം നമ്മൾ ഡാമിൻ്റെ അവിടെയൊക്കെ എത്തിയിട്ട് കളി എടുക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. പൊട്ടാസ് ആണ് നമ്മുടെ മെയിൻ ഗണ്ണ്. എൻ്റെ ചാനൽ ചെക്കൗട്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാവും പൊട്ടാസ് എന്തുകൊണ്ടാണ് മെയിൻ ഗണ്ണെന്ന് പറയണത്. ഓക്കെ. ഇപ്പം നമ്മൾ നിരവിൻ്റെ ഒപ്പം പോവാം. അത് നിരവ് നിലത്തേക്ക് പോണ്. കയറിയെന്ന് തോന്നട്ടോ, അറിയില്ല. ഓക്കെ. വിശ്വാസം ഇല്ലെങ്കിൽ എൻ്റെ ഗെയിം പ്ലേ അടക്കം കാണിച്ചിട്ട് ഇതെൻ്റെ അക്കൗണ്ടാണ്. ഗെയിം പ്ലേ എന്ന് പറയാൻ പറ്റില്ല. ഓപ്പ് നിങ്ങൾ എന്താണെങ്കിലും വിശ്വസിച്ചു. ഇവിടെ ഞാൻ പിന്നെ വൺ ടാപ്പ് അടിക്കാനാണ് നോക്കണം. അപ്പം പറ്റി നിരവ് കില്ലങ്ങോട്ട് കുമ്മനം കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേറെ പ്രോ മാക്സ് അവിടെ നോക്കായി കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങാനും വലിയ ഇനിമി നോക്കാം. ഇവിടെ ഇടിക്കില്ലാണ് എന്തൊരു പാട്. ഇവനയിക്കണം. നമ്മളവനെ അങ്ങോട്ട് അടിച്ച് നോക്കായിട്ടുണ്ട്. അപ്പം Z1X എൻ്റെ മോനെ കിഡു കളി ബ്രോ. നമ്മൾ ഈ നായ പൊക്കണുണ്ട് പാട്ടി തലയൊക്കെ കൊണ്ടുപോയിട്ട്. ഓക്കെ. അപ്പോൾ 3-2. അപ്പോൾ മേഡബ്ലിയും പൊട്ടാസും ആണ് എടുക്കണം. ഓക്കെ. അപ്പോൾ ഇവിടെ നിന്ന് Z1X എഡബ്ലിയും തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. എഡബ്ലിയും എന്താടാ. ഓക്കെ. അപ്പോൾ നമുക്ക് എഡബ്ലിയും വെച്ച് മാസം ഇറക്കാൻ പറ്റുമോ നോക്കാം. മാസം വലിയ സീനാണ്. നോക്കാം നമുക്ക്. ഓക്കെ. നമുക്ക് ഈ വഴി അങ്ങോട്ട് പോവുക. പ്രോമാക്സ് എന്താണ്ടൊക്കെ പറയണുണ്ടായി. ഞാൻ ഹാക്കറാണ്, അങ്ങനെ കോപ്പാണെന്നൊക്കെ പറയണുണ്ടായി. എനിക്കൊന്നും തേങ്ങാണ്ടി മനസ്സിലാവില്ല. വൺ ടാപ്പ് പോലും കയറിയില്ല. പിന്നെ ഞാൻ ഹാക്കർ. ഞാൻ മണ്ടത്തരം കാണിച്ചു. ഇവരെ അടിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവര് ടീമായിട്ടുള്ള കാര്യം ഞാൻ മറന്നു. അപ്പം അവിടെ നോക്കായി കടന്നിട്ടുണ്ട്. നമുക്കിനി Z1Xൻ്റെ കളി കാണാം. ആശാനവിടെ വലിയ കളിയാണ്. അവിടെ പ്രോമാക്സ് നോക്കായിട്ട് കിടന്നിട്ടുണ്ട്. പിന്നെ അബദ്ധവശാൽ ഞാൻ ഇവൻ്റെ സ്പഗ്ഗായി പോയിട്ട് Z1X അവിടെ എഡബ്ലിയും വെച്ച് തല അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ലിപ്പുണ്ട്. അതെനിക്ക് കിട്ടിയില്ല. ഞാൻ പിന്നെയാണ് ആലോചിക്കണത് ഇതെന്ത് ചെയ്യുമെന്ന്. അതൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ നോക്കായി കിടല്ലേ എഡബ്ലിയും വെച്ചൊരു കിടിലം പോലത്തെ ഒരു അടി കൊടുത്താണ്. ഈ കളി തുടങ്ങുമ്പോൾ തന്നെ Z1X പറഞ്ഞിട്ടുണ്ടായി ബ്ലാക്ക് ഈഗിളിനെ ഞാൻ തീർക്കുന്നു. അപ്പോൾ ഈ റൗണ്ട് എന്തായാലും ബ്ലാക്ക് ഈഗിളിനെ തീർത്തിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ Z1Xൻ്റെ കയ്യിൽ എഡബ്ലിയും M8X ആണ്. അവിടെ വെച്ച് കുത്തിപ്പിടിച്ചിട്ട് എന്നെ എടുക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട്. എയ്സാണ് പുള്ളിയുടെ. ഒരു ഹെഡ് ഷോട്ടൊക്കെ കൊടുത്ത് ആ കില്ലങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അപ്പം കില്ല് ഫിനിഷ് ആവാൻ തന്നെ തോന്നുന്നു. ബാക്കിൽ ഇനിമുള്ള ഒരാളെ കണ്ടില്ല. അപ്പം ആ വഴി പോവാൻ നമ്മൾ പറയണുണ്ട്. പോണില്ല. പക്ഷെ ആളെ ഗ്ലൂ ആളില്ലാന്ന് തോന്നുന്നു കേട്ടോ. എഡബ്ലിയും വെച്ച് അടിക്കാം. അവിടെ ഇത് പറ്റുമെന്നാണ് അടിക്കാൻ വരില്ല. ഇതെന്തൊക്കെയാടാ സ്കോപ്പിട്ടെ വെടി വെച്ചില്ല. ഓക്കെ. നമുക്ക് ഇവിടെ പൊട്ടാസ് എടുക്കുക, ഡെസേർട്ട് കൊടുക്കുക, പിന്നെ വേറെ എന്തെങ്കിലും കണ്ണു കൊടുക്കുക. കേസ് എടുക്കുക, ഡെസേർട്ടിക്കൽ. ഓക്കെ. ഈ റൗണ്ട് ഒരു മാസം വരിക ഏസാണ് നമ്മൾ എടുക്കാൻ പോണത്. അപ്പം എന്തായാലും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്, പ്ലീസ് ഗൈസ്. എന്തെങ്കിലും ബാബൊന്നും പോട്ടെ ഗൈസ്, പ്ലീസ് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യുക ഗൈസ് നമ്മളെ. കളിയാക്കടവരോടൊക്കെ ഞാൻ ഒന്നേ പറയാനുള്ളൂ, എനിക്ക് ഒരു പ്രശ്നമില്ല നിങ്ങളടുത്ത്. പിന്നെ എന്തിനാണ് എൻ്റെ അടുത്തൊക്കെ പറഞ്ഞേ?
ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് പൊട്ടാസ്യം പഠിച്ച് ഒരുത്തന്നെ താളിനെ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫിനിഷ് ചെയ്തിട്ട് ബണ്ടടിക്കാന്നാണ് വിചാരം. അപ്പോൾ അവനെ ഫിനിഷ് ചെയ്യുക. ഓക്കെ 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 നമുക്ക് ഡെസേർട്ട് കൊടുത്ത് ഇനി ഒരുത്തന്നെ വീണ്ടും കമ്പറ്റ് നോക്കാം. അറിയില്ല എന്താണ്. ഓ എൻ്റെ മോനെ ഇതുപോലെ ഇവനെ നമുക്ക് കുത്തിപ്പിടിച്ചിടാം. എനിക്ക് വയ്യ ഈ പാട്ടിനാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇവിടെ ഡെസേർട്ടും വെച്ചിട്ട് കില്ലെടുക്കുക. ഓ അത്ര വീഡിയോ കണ്ടിട്ടും കൊണ്ട് ലൈക്ക് അടിക്കാൻ ഷെയർ സാധ്യത. അടുത്തൊരു വീഡിയോ കാണുന്നത് ഇറ്റ്സ് മീ നൊബീറ്റ സൈനിങ് ഔട്ട്. ബൈ.